2 ദിവസത്തിന് മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-32 എന്ന് പറയുന്ന ഒരു വിമാനം ആസാമിൽ തകർന്നു വീഴുകയുണ്ടായി. അതിനെപ്പറ്റി ഈ വിഷയത്തെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത ചിലരുടെ കമന്റുകൾ കണ്ടപ്പോഴത്തേക്കാണ്, ചിലരുടെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കാണ് അതിനെ പറ്റിയിട്ട് ആധികാരികമായ ചില വിവരങ്ങൾ നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് തോന്നിയത്. AN-32 വിമാനങ്ങൾ, ആന്റനോവ് 32 എന്ന് പറയുന്ന ഉക്രൈൻ പഴയ റഷ്യയിൽ നിർമ്മിച്ച വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇൻഡക്ട് ചെയ്യുന്നത് 1984-ലാണ്. എന്ന് വെച്ചാൽ എല്ലാ വിമാനങ്ങളും ഒരുമിച്ചല്ല നമ്മൾ വാങ്ങിച്ചത്, പല ഫേസുകളിലായിട്ടായിരിക്കും വാങ്ങിച്ചത്. എന്നാൽ തന്നെയും അതിനെ ഒരു ചാനലില് വിശേഷിപ്പിച്ചത് അതൊരു പുരാവസ്തുവാണ് എന്നുള്ള രീതിക്കാണ്. അപ്പോ നമ്മുടെ ചിലപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടിയെ പോലുള്ളവരുടെ ജീവിതത്തില് വയസ്സ് എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. വിമാനങ്ങളിലെ ലൈഫില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വയസ്സ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പറാണ്. ഒരു വിമാനത്തിന്റെ, പ്രത്യേകിച്ച് പാസഞ്ചർ അല്ലെങ്കിൽ കാർഗോ വിമാനത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് 2 കാര്യങ്ങളാണ്. അത് എത്ര ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, എത്ര ലാൻഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എഞ്ചിൻ അവേഴ്സ് എത്ര ഓടിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഒരു വിമാനത്തിന്റെ ലൈഫ് നിർണ്ണയിക്കുന്നത്. അല്ലാതെ അത് നമ്മുടെ സാധാരണ ഒരു ബസ്സിന്റെയോ കാറിന്റെയോ ലൈഫ് പറയുന്ന പോലെ 15 വർഷം 20 വർഷമാണ് അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത്, ഈ വിമാനം തകർന്നു വീഴുന്ന ആസാം എന്ന് പറയുന്ന സ്ഥലം കാലാവസ്ഥ വളരെ മോശമായിരുന്നു. എന്നാൽ ഏറ്റവും മോശപ്പെട്ട കാലാവസ്ഥയിൽ പോലും സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ഒരു വിമാനമാണ് AN-32. AN-32 നമ്മൾ 2 റോളിൽ ഉപയോഗിക്കാറുണ്ട്. ആൾക്കാരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ട്, കാർഗോ കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ട്, ആയുധങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ ബോംബിങ്ങിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ് AN-32. അപ്പൊ AN-32 ഒരു പുരാവസ്തുവാണെന്ന് ഒരു ചാനലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവതാരകൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് വളരെ വിഷമവും രോഷവും ഉണ്ടായി. കാര്യം ഈ IL-76 AN-32 എന്നീ വിമാനങ്ങൾ ഇന്ത്യയിലെ പുരാവസ്തു അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാര്യം 40-45 വർഷത്തോളം പഴക്കമുള്ളവയാണ്. പക്ഷേ ശ്രീ AK ആന്റണി എന്ന് പറയുന്ന വിദ്വാൻ കേന്ദ്രത്തിന്റെ ഡിഫൻസ് മന്ത്രിയായിരുന്നപ്പോൾ, രക്ഷാമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് ചെയ്ത കാര്യങ്ങൾ നമുക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഡിഫൻസ് പർച്ചേസിനകത്ത് അദ്ദേഹം ഫയലുകളിൽ വർഷങ്ങളോളം അടയിരുന്നിട്ടുണ്ട്. ചെയ്യേണ്ട പർച്ചേസുകളൊന്നും സമയത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാവണമെന്നുള്ള ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ട് വിമാനം ഡൽഹിയിൽ നിന്ന് ചാർട്ടർ ചെയ്ത് വന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന വിദ്വാനാണ്. പക്ഷേ 2.5 രൂപയുടെ കഞ്ഞി MLA ഹോസ്റ്റലിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹം ഏത് തരം ആൾക്കാരാണെന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മാത്രമല്ല ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. ഡിഫൻസ് പർച്ചേസിൽ നമുക്കുണ്ടായ കാലതാമസം എന്തുമാത്രം നമ്മളെ ഇന്ത്യൻ എയർഫോഴ്സിനെ ബാധിച്ചിട്ടുണ്ടെന്ന് മാത്രം. അത് ഇന്ത്യൻ എയർഫോഴ്സിനെ മാത്രമല്ല ആർമിയും നേവി എല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങളുടെ തകർച്ചയാണ്. MiG-21 ഒരു റീപ്ലേസ്മെന്റ് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. 79-ല് നമ്മൾ 70-കളിൽ 67, 70, 79-കളിൽ നമ്മൾ വാങ്ങിച്ചതാണ് MiG-21. ആ MiG-21 നമ്മൾ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ചെയ്തപ്പോൾ, നമ്മുടെ ഫേസ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് പകരം ഒരു വിമാനങ്ങൾ ഇതുവരെയും ഇന്ത്യൻ എയർഫോഴ്സ് സജ്ജമാക്കിയിട്ടില്ല MiG-21ന്റെ റോളിൽ. റഫാൽ പോലുള്ള വിമാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവ MiG-21ന്റെ ആ ഒരു സ്ലിം ഫൈറ്റർ നമ്മളിൽ ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ കാരണം ഡിഫൻസ് പർച്ചേസിന്റെ പുറത്ത് ശ്രീ AK ആന്റണി വരുത്തിയ കാലതാമസങ്ങളാണ്. ഇനി നമ്മൾ ഈ വിമാനത്തിന്റെ തകർച്ചയിലോട്ട് നമ്മൾ കണക്കാക്കണം. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത്, ഒരു വിമാനത്തിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ടൈം എന്ന് പറയുന്നത് അത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അത് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ്. പ്രത്യേകിച്ച് കാർഗോ വിമാനം ആകുമ്പോഴത്തേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് പാരാമീറ്റർ ഡിഫറൻസസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ലാൻഡ് ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയത്തുണ്ടാകുന്ന ടയർ ബസ്റ്റ് ആയിരിക്കാം കാരണം, ആ സമയത്തുണ്ടായ ഇടിമിന്നലായിരിക്കാൻ കാരണം എന്തെന്ന് ഒരു കോർട്ട് ഓഫ് എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരന്വേഷിക്കും. അത് ഒരു ഡിഫൻസ് സീക്രട്ട് ആയിട്ട് ഇരിക്കരുത് തന്നെ ചെയ്യും. ഒരിക്കലും ഒരു എയർഫോഴ്സിന്റെ കോർട്ട് ഓഫ് എൻക്വയറിയുടെ പ്രൊസീഡിങ്സ് എന്തായാലും നാളെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാനൊന്നും പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ് നടന്നിട്ടുള്ളതെന്ന്, ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും, അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും, അതിന്റെ ഓരോ അവേഴ്സിലുമുള്ള 50 മണിക്കൂർ, 100 മണിക്കൂർ, 70 മണിക്കൂർ തുടങ്ങിയ ഓരോരോ വിമാനങ്ങൾക്ക് ഓരോ
സർവീസ് ഷെഡ്യൂളുണ്ട്. ആ സമയത്ത് എന്തൊക്കെ ഓവർഹാളിംഗ് ആണ്, എന്തൊക്കെ സർവീസാണ് നടത്തിയിട്ടുണ്ടെന്നുള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം അതിന്റെ ലോഗ് ബുക്കിൽ കൃത്യമായിട്ടുണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് ഒരു പൈലറ്റ് ആ വിമാനം എടുത്തിട്ട് പറക്കാൻ പോകും. ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത് തകർന്നത് എന്നുള്ളത് കാണിക്കുന്നത്. ലാൻഡിങ്ങിലുണ്ടായ ഒരു പിഴവായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സാങ്കേതിക തകരാറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം ഇന്ത്യൻ എയർഫോഴ്സിലെ AN-32 ഒക്കെ പറത്തുന്നത് ചെറിയ യങ് പൈലറ്റ്സിനൊന്നും അത് കൊടുക്കാറില്ല. വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഫ്ലൈയിങ് അവേഴ്സ് അവരുടെ ക്രെഡിറ്റിലുള്ള പൈലറ്റുമാരാണ് അത് പറത്തുന്നത്. തീർച്ചയായിട്ടും വിമാനങ്ങൾ, നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ട് എത്ര വിമാനം നഷ്ടപ്പെട്ടു. വിമാനങ്ങളും സൈനികരും നമുക്ക് നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ്, നഷ്ടപ്പെടുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതെല്ലാം തുടങ്ങുന്നത്. അതിൽ ആരെയും കുറ്റപ്പെടുത്താനോ പരിതപിക്കാനോ സങ്കടപ്പെടാനോ കരയാനോ ഉള്ള ഒരു കാര്യം ഒരിക്കലുമില്ല. കാര്യം അവര് രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയവരാണ്. അവര് ഇത്തരം പ്രതിസന്ധികൾ അവരും അവരുടെ വീട്ടുകാരും തരണം ചെയ്യാനുള്ള മനഃശക്തി നേടിയവരാണ്. അതിന് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. അത് അവരുടെ മനോധൈര്യത്തെ അല്ലെങ്കിൽ അവരുടെ മൊറലിനെ തകർക്കുമെന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ധീരമായ രീതിയിൽ നമ്മൾ ഇടപെടുക. അവർക്ക് വീരോചിതമായിട്ടുള്ള ലാസ്റ്റ് സല്യൂട്ട് കൊടുക്കുക. നന്ദി, നമസ്കാരം.